ഹലോ കൂട്ടുകാരെ, ആഷീസ് സെവൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു മോർണിംഗ് ടു ഈവനിങ് വ്ലോഗാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ടു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു മഴക്കാരൊക്കെ കാണുന്നുണ്ട്, അറിയില്ല മഴ പെയ്യുമോയെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ചെടി നനയ്ക്കുന്ന പരിപാടിയിലേക്ക് കിടന്നപ്പോഴേക്കും ആച്ചുക്കുട്ടനെ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അമ്മയെ ചെടി നനയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുക അമ്മയെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഓസ് തട്ടിപ്പറിച്ചെടുക്കുവാണ്. അങ്ങനെ പിന്നെ ചെടി നനയ്ക്കലൊക്കെ നിർത്തി അവൻ സ്വയമേ കളിക്കാൻ തുടങ്ങി ഓസുമായിട്ട്. അങ്ങനെ എന്നെയും നനച്ച് കുളിപ്പിച്ചു. അതെല്ലാം കഴിഞ്ഞ അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്തോളാം, നീ മാറിക്കേ എന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്തിയപ്പോൾ ദേ കിടക്കുന്നു, കരിയിലെല്ലാം പെറുക്കിയെടുത്ത് അമ്മ ഇത് ഷിപ്പാണ് ബോട്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെള്ളത്തിൽ കളിയായി. അങ്ങനെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ അടുക്കളയിലേക്ക് പോയി. എൻ്റെ പുറകെ അവനും കയറി വന്നു. പപ്പ എനിക്ക് റിമോട്ട് തരുന്നില്ല എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി തല്ലുപിടിച്ച് കരഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ പിന്നെ വേഗത്തിൽ ഫുഡ് ഉണ്ടാക്കാമെന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും സാമ്പാറുമാണ്. ആച്ചിക്കുട്ടൻ്റെ വളരെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റാണ്. ദോശയാണെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ വിശക്കാൻ തുടങ്ങും. അമ്മ എനിക്ക് ദോശ താന്നും പറഞ്ഞ നിലവിളിയായി. അവസാനം പിന്നെ ഞാൻ വേഗം തന്നെ ദോശ ഉണ്ടാക്കി. ആച്ചിക്കുട്ടനാണെങ്കിൽ നല്ല നെയ്യൊക്കെ ഒഴിച്ച് നല്ല ക്രിസ്പി വടി പോലെ ഇരിക്കുന്ന ദോശയാണ് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒപ്പം തന്നെ നല്ല ചൂട് സാമ്പാറും ഉണ്ടെങ്കിൽ പിന്നെ ആച്ചിക്കുട്ടൻ്റെ കാര്യം പിന്നെ ഒന്നും നോക്കണ്ട, അവൻ വേഗം തന്നെ ഫുഡ് കഴിച്ചോളും. അങ്ങനെ ഞാൻ അവന് ഇഷ്ടപ്പെട്ട സാമ്പാർ രാവിലെ തന്നെ എഴുന്നേറ്റ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ദോശ നല്ല ക്രിസ്പി മുരുമുരാന്നിരിക്കുന്ന ദോശയും ഉണ്ടാക്കി. അതും പ്ലേറ്റിലേക്ക് എടുത്ത് അല്പം സാമ്പാറും എടുത്തുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് പായുകയാണ്. അവൻ ഓൾറെഡി അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അമ്മയെ എനിക്ക് വിശക്കുന്നു എന്നും പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഇപ്പം തരാം മോനെ എന്നും പറഞ്ഞ് ഞാൻ വേഗം തന്നെ ഇത് എടുത്തിട്ട് അവൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും തനിയെ കൈകൊണ്ട് കഴിക്കാൻ ഇത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അമ്മ എൻ്റെ കയ്യിൽ സാമ്പാറായി, എരിവായി, മുളകായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ആച്ചുക്കുട്ടൻ. അങ്ങനെ വേഗം തന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ സാമ്പാറും ദോശയൊക്കെ വേഗം കൊടുത്തു. അവനും കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം, അവനും ഹാപ്പി. അങ്ങനെ പിന്നെ ആച്ചുക്കുട്ടൻ്റെ കുറച്ച് കിളിക്കുട്ടന്മാരുണ്ട്, നമുക്ക് കുറച്ച് ആഫ്രിക്കനും ലവ് ബേർഡ്സും ഒക്കെ ഉണ്ട്. ആച്ചുക്കുട്ടൻ്റെ പിന്നെ കിളികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറഞ്ഞാൽ മൈൻഡ് പോലും ചെയ്യില്ല. പക്ഷേ കിളികളില്ല, കിളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞാൽ കരച്ചിലായി ബഹളമായി. അങ്ങനെ ആച്ചുക്കുട്ടൻ്റെ മെയിനായിട്ടുള്ള കിളികളാണ് ഇവരൊക്കെ ആച്ചുക്കുട്ടനോട് സംസാരിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഉച്ചത്തെ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള തിരക്കുകളായി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും രാവിലെ സാമ്പാറാണ്. അപ്പോൾ സാമ്പാറും പിന്നെ കുറച്ച് ഒരു ബീട്രൂട്ട് തോരനും പിന്നെ ആച്ചിക്കുടനെ ചെമ്മീൻ ഫ്രൈ, അവന് ചെമ്മീൻ ഫ്രൈ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കൂടി തട്ടിക്കൂട്ടി അങ്ങനെ ഉച്ചത്തെ കാര്യങ്ങൾ അങ്ങനെ സെറ്റാക്കി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ആച്ചിക്കുടൻ വെയിറ്റിംഗ് ആണ്, അമ്മയെ കളിക്കാൻ വാ, ആരുമില്ല അമ്മയെ, ഞാൻ എനിക്ക് ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ആച്ചിക്കുട്ടൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ച് ആച്ചിക്കുട്ടൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ വന്ന് ലഞ്ച് കഴിച്ചു. അപ്പോൾ ഇന്ന് സാമ്പാറും ബീട്രൂട്ടൊക്കെ ആയിട്ട് അങ്ങനെ ലഞ്ച് കഴിഞ്ഞു. പിന്നെ വൈകുന്നേരം ആയപ്പോഴേക്കും ആച്ചിക്കുട്ടന് പപ്പയായിട്ട് കളിക്കണം എന്നും പറഞ്ഞ് ടെറസിൻ്റെ മുകളിലേക്ക് വന്നേക്കും. ചെറിയ മഴക്കോളൊക്കെ ഉണ്ട്, എങ്കിൽ കൂടെയും പപ്പയുടെ കൈയും കാലും പിടിച്ച് പപ്പേനെയും കൊണ്ട് വന്ന് കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ പിന്നെ പപ്പയും മോനും കൂടി കളിക്കുന്നതിനിടയിൽ പപ്പയൊന്ന് ആഞ്ഞടിച്ചു. ബോൾ കിടക്കുന്നടാ അപ്പുറത്തെ വീടിൻ്റെ ടെറസിൽ. പിന്നെ ഇതെങ്ങനെ എടുക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് ആച്ചക്കുട്ടൻ വിഷമത്തിലായി. പപ്പയോട് പറഞ്ഞതല്ലേ, പപ്പയല്ലേ, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ രണ്ടുപേരും കൂടി അടിയായി. പപ്പയെ എനിക്ക് ആ ബോളൊന്ന് എടുത്തതാ പപ്പയെ, പ്ലീസ് പപ്പയെ എന്നൊക്കെ പപ്പയുടെ കാലും കൈയും പിടിക്കുന്നുണ്ട്. പപ്പ അടിച്ചിട്ടാണ് ബോൾ അപ്പുറത്തേക്ക് വീണതെങ്കിൽ അതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നെ പപ്പ ഇതാ അപ്പുറത്തെ വീടിൻ്റെ ടെറസിലേക്ക് കയറുവാണ്. അങ്ങനെ കയറി ബോൾ എടുക്കാൻ പോകുന്നു. അങ്ങനെ ബോൾ കിട്ടി. അതിൻ്റെ സന്തോഷം ആച്ചിക്കുട്ടൻ്റെ മുഖത്തുണ്ട്. എറിഞ്ഞോ പപ്പേ എന്നും പറഞ്ഞ് ഇവിടെ നിന്ന് പറയുവാണ്, വേഗം എറിയും പപ്പേ എന്നും പറഞ്ഞ്. അങ്ങനെ പപ്പ ഇതാ അവിടുന്ന് തന്നെ ബോളിങ് എറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ആച്ചിക്കുട്ടന്. അങ്ങനെ ബോൾ നമ്മളുടെ ടെറസിലേക്ക് വീണു. അപ്പോൾ മിഷൻ അക്കംപ്ലിഷ്ഡ്, ബോൾ തിരിച്ചു കിട്ടി. അങ്ങനെ ആച്ചിക്കുട്ടൻ പിന്നെയും ബോൾ കളിയുടെ തിരക്കിലായി, വളരെ സന്തോഷമായി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വ്ലോഗുമായി നാളെ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ, സീ യു.